അർജുനേട്ടന്റെ അമ്മ വീട്ടിൽ വന്ന് നടത്തിയ പ്രഖ്യാപനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അർജുനേട്ടന്റെ സമ്മതത്തോടെ ആണോ എന്നറിയാനാ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. എന്റെ പിന്തുണ ഇല്ലെങ്കിൽ ഞാൻ അമ്മയോടൊപ്പം വരില്ലല്ലോ പ്രീതി. അർജുനേട്ടാ, ഇങ്ങനൊരു മറുപടി അല്ല ഞാൻ അർജുനേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നീ പ്രതീക്ഷിക്കുന്ന മറുപടി എനിക്ക് തരാനാവില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധം ഉണ്ടാവില്ലേ? എനിക്കറിയില്ല. അമ്മ തീരുമാനിക്കുമല്ല. അർജുനേട്ടാ, ഈ അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ നമുക്കിടയിൽ. നീ പറഞ്ഞത് സത്യം. അമ്മയുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ ഒരു വിലയും കൊടുത്തിരുന്നില്ല. പക്ഷേ പ്രീതിയുടെ അമ്മയുണ്ടായിരുന്നില്ലേ എല്ലാ കാലവും നമുക്കിടയിൽ. എന്റെ കൈപ്പിഴ കൊണ്ട് വന്നു പോയൊരു അബോർഷൻ. അതിന്റെ പേരിൽ പ്രീതിയുടെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ കാണരുത്, സംസാരിക്കരുത് എന്ന് വിലക്കി. അമ്മ പറഞ്ഞത് മറികടക്കാൻ പേടിയായിരുന്നു നിനക്ക്. ഒളിച്ചും പതുങ്ങിയും സ്വന്തം ഭാര്യയെ കാണേണ്ട അവസ്ഥ ലോകത്ത് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രീതി. ഇപ്പോ വീണ്ടും ഒരു അബോർഷൻ ഉണ്ടായി. നിന്റെ അമ്മയാണ് കാരണക്കാരിയെന്ന് പറഞ്ഞിട്ടും എന്റെ അമ്മ നിന്നെ സർവാത്മന സ്വീകരിക്കുകയായിരുന്നു. അല്ലാന്ന് പറയാൻ പറ്റുമോ പ്രീതിക്ക്? എന്നിട്ട് നീ എന്താ ചെയ്തതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം പറഞ്ഞു നിന്റെ അമ്മ സത്യഭാമയാണ് പായസത്തിൽ വിഷം കലക്കിയെന്ന്. പിന്നീട് അത് സുസ്മിതയാണെന്ന് നീ എന്നെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ ജയിലിൽ പോയതാവട്ടെ എന്റെ അമ്മ. നമുക്കിടയിൽ എന്റെ അമ്മ നിന്റെ അമ്മ എന്ന് കൊണ്ട് അർജുനേട്ടാ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നിനക്കും അത് തോന്നും പ്രീതി. സുസ്മിതയാണ് പായസത്തിൽ വിഷം കലർത്തിയെന്ന് ആരോപിച്ച് വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ കാണുന്നത് എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ മുറ്റത്ത് വന്നു നിൽക്കുന്ന പോലീസ് ജീപ്പാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ ഞാൻ എന്തു വേണം നീ പറ. അപ്പോ വസുമതി അമ്മ ജയിലിൽ പോവാൻ കാരണം ഞാനാണെന്നാണോ അർജുനേട്ട വിശ്വസിച്ചിരിക്കുന്നത്? എന്റെ ഉള്ളിൽ കള്ളമില്ല പ്രീതി. ഒന്നും മറച്ചു വെച്ച് പെരുമാറാനും അറിയില്ല. അതുകൊണ്ട് നീ ഇപ്പോ ചോദിച്ച ചോദ്യത്തിന് അല്ല എന്ന് ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല. കേരളത്തിലെ പ്രശസ്തനായ ഒരു ക്രിമിനൽ അഭിഭാഷകനായിട്ടും എന്റെ അമ്മ ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വന്നത് എനിക്ക് മറക്കാനാവില്ല പ്രീതി. എന്റെ കരിയറിൽ തന്നെ ഒരു കളങ്കമായിരുന്നു അത്. ഇതിനിടെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ, അർജുനേട്ടാ സാരമില്ല എന്നൊരു വാക്ക്, ഇതൊക്കെ പ്രതീക്ഷിച്ചു പ്രീതി. ഒന്നും ഉണ്ടായില്ലല്ലോ, ഒന്നും ഉണ്ടായില്ല. സ്വയം ന്യായീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇതിനിടെ അർജുനേട്ടന്റെ മനസ്സിൽ പ്രീതിയുടെ ചിത്രം ഒരുപാട് മാറിപ്പോയി. അതിന് നിറം പകരുന്നത് വെള്ളത്തിൽ വരച്ച വരയാകും. നമുക്ക് അല്ല, എനിക്ക് മുന്നിൽ ഇനി എന്താ? അതെനിക്കറിയില്ല പ്രീതി. അപ്പോ അർജുനേട്ടന്റെ മുന്നിലോ? എന്റെ അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കും. പൊളിച്ചു മോനെ, പൊളിച്ചു. ഇപ്പോഴാ നീ വസുമതിയുടെ മോനായത്. വന്ന് കാർ എടുക്ക. ആ, വഴിവക്കിൽ ചന്ത പിള്ളേരെ കണ്ടാൽ സംസാരിക്കാൻ നിൽക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നല്ല തല്ലുകൊള്ളും കേട്ടോ. വാ.
എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് തെളിവുണ്ടാക്കാൻ നടക്കുക. നീ ആരാ റെക്കോർഡിസ്റ്റോ? ഞാൻ അങ്ങോട്ട് പോവാം. അടങ്ങി നിക്കടാ. എന്താ അടിച്ചോടിച്ചു നിക്കടാ അവിടെ. എന്താ അടിച്ചോ തെക്കേതോ വടക്കേതോ ഒന്നും കാണാനും പറ്റുന്നില്ല. എന്താ എന്താ ഇവിടെ? അയ്യോ പാമാൻഡി, തല്ലിക്കോ തല്ലിക്കോ. എന്താ എന്താ കാര്യം? അമ്മ കള്ളനാ. അടിച്ചോ. അമ്മ കള്ളനാമ തല്ലി. അമ്മ പേരും കള്ളനാണ്. ഞങ്ങൾ കൈയോട് പിടിച്ചതാ. എവിടെ നിന്ന് എവിടുന്ന പിടിച്ചെന്ന് ചോദിച്ചത്? എല്ലാ റൂമിൽ നിന്നാ പിടിച്ചേ. സത്യഭാമയുടെ വീട്ടിൽ കയറാൻ ധൈര്യമുള്ള കള്ളനോ? അയ്യോ കള്ളനൊന്നും അല്ല, ഇത് ഞാനാൻഡി. ഇവനെന്താ കൊള്ളം കൂടിയാണോ? ഒട്ടും പൊക്കമില്ലല്ലോ. പഠിച്ച കള്ളനാ സത്യാമേ, കൂനിക്കൂടി നിക്കുന്നതാ. എന്നാലും അവന്റെ ഒരു ധൈര്യം നോക്കണം അമ്മ. ആ ധൈര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അടിയമ്മ കൊള്ളനീന്നു. അയ്യോ ആന്റി അടിക്കോ? അടിക്കല്ലേ ആന്റി, ഇപ്പോഴേ തല്ലുകൊണ്ട് പഴുത്തിരിക്കുക. അയ്യോ എടാ, ഇവന്റെ തല എവിടെയായിട്ട് വരും? തലേതെവിടെ? അല്ലല്ല ഇവിടമ്മ ഇവിടമ്മ. ദാ അവിടെ മൂക്കാമട്ട നോക്കി ഇടിച്ചോ. ഇടിക്കല്ലേ ആന്റി. അടിയമ്മ ഇടിക്കില്ലാന്ന് തോന്നുന്നു. നല്ല ആന്റി. അടിയമ്മ ഒരോടി കൊടുയമ്മ. അയ്യോ പൊരട്ടക്കളവി. ഇവനെ ഇടികൊണ്ട് പ്രാക്ടീസ് ഉള്ളവനാ. എന്നാ കണ്ട സത്യഭാമയുടെ ഇടി മതി. ഞാൻ പിടിച്ചോളാം. അമ്മ അടിച്ചോ. അതെ അമ്മ ഒരോടി കൊടുക്ക്. ഞാൻ കൊടുക്കാടാ. നന്നായിട്ട് അടിക്കും സത്യാമേ. സത്യാമ്മയുടെ അടി ഇവൻ ഈ ജന്മം മറക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റു. എന്താ എന്ത് പറ്റമ്മ? കൈ കുഴഞ്ഞടാ. ബുൾഡോസർ കയറി ഇറങ്ങി ബുൾസേ ആയെന്ന് പറഞ്ഞ പോലായി. മിക്കവാറും ഇവരുടെ കൈ ദേഹത്ത് വീണായിരിക്കും അങ്ങേർക്ക് സ്ട്രോക്ക് വന്നത്. അങ്ങനെ നിർത്തിക്കളയല്ലേ. ഇനിയുണ്ടോ? അങ്ങനെ അടികൊള്ളാത്തൊരു സ്ഥലം പോലുമില്ല. ഇടത്തെ ചേട്ടത് കിട്ടിയിട്ടില്ല. അവിടെയും കിട്ടി. തികഞ്ഞു. അയ്യോ അയ്യോ അയ്യോ. നിർത്തുമ്പോഴേക്കേ ഓർമ്മ കൂട്ടിയിരിക്കട്ടെ. എടാ മതി നിർത്തടാ. ഇതൊരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ. ആണോ? അതെ അതേ തോന്നുന്നു. കൊച്ചെ ലൈറ്റ് ഇട്. അയ്യോ പൊതുപ്പെടുത്ത് മാറ്റിടാ. എടാ ആ പൊതുപ്പെടുത്ത് മാറ്റ്. പുതപ്പ്
പുതപ്പ് മാറ്റടാ. വലിക്കടാ. അമ്മ വിടണമ്മ. എടാ വലിക്കടാ. ഞാൻ വലിക്കടാ. പിടിച്ചോ. ഓക്കേ. അയ്യോ. അയ്യോ സുസ്മിതയോ? അയ്യോ മോളെ സുസ്മിത. അയ്യോ ആഹാ. മോളെ നീ എങ്ങനെ ഇതിനകത്ത്? അയ്യോ ഏയ്, അങ്ങോട്ട് ഇരിക്ക്. നീ എന്നോടേ മോഷ്ടിക്കാൻ വന്നത്? അല്ല, ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല. പിന്നെ നീ എന്തിന് കയറിയതടി? പിന്നെ എന്റെ മൊബൈൽ എങ്ങനെയാ സുസ്മിതയുടെ കൈ വന്നേ? അത് പറയടി. പറഞ്ഞു കൊടുക്കൂ സുസ്മിതേ. എന്നാ ഞാൻ ഇനി ഒരു സത്യം പറയാം. എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യേ, അവൾക്കൊന്നും ഓർമ്മയില്ല. വേഗം പറഞ്ഞോ. അതൊരു ന്യായമായിട്ടുള്ള മറുപടിയല്ല. പറയടി. നീ എങ്ങനെ രോഹിത്തിന്റെ റൂമിലെത്തിയത്? അത് ഞാൻ അലാമിന്റെ ശബ്ദം കേട്ട് പോയതാ. അലാമിന്റെ ശബ്ദം? ആ, ഇയാളുടെ ഫോണിൽ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിക്കുന്ന ശബ്ദം കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഓഫ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഇയാളുടെ ഫോൺ എടുക്കാൻ പോയത്. അതിന് നിന്റെ റൂമിന്റെ അടുത്തല്ലല്ലോ രോഹിത്തിന്റെ റൂം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ എത്തിയത് എങ്ങനെയാന്ന് അറിയില്ല. മോളെ കള്ളനല്ല, ആ പുതപ്പിനുള്ളിൽ നീയാണെന്ന് എന്താ വാ തുറന്ന് പറയാതിരുന്നേ? അതിനുള്ള ഗ്യാപ്പ് തരണ്ടേ ആന്റി? അയ്യോ വാ തുറക്കണേന് മുമ്പ് അടി തുടങ്ങി. പിന്നെ ബ്രേക്ക് ഫ്രീ അടിയല്ലായിരുന്നു. അല്ല മോൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. അയ്യോ എന്താ സുസ്മിത? ഒന്നുമില്ല ആന്റി. ആന്റിയുടെ സ്നേഹം കണ്ട് അയ്യോ എന്ത് സ്നേഹാന്ന് പറയാൻ തുടങ്ങിയതാ. ഇനി മുതല് അലാം ശല്യമാണെന്ന് തോന്നിയ ഫോൺ എടുത്ത് ഓഫാക്കാൻ നോക്കണ്ട. നീ ഇവനെ വിളിച്ചോണ്ടിരുത്തി കാര്യം അങ്ങോട്ട് പറഞ്ഞാ മതി. ഇനിയെങ്കിലും നീ ഇതൊന്നും ഓർത്തോണം കേട്ടോ. അതെ, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാതിര നേരത്ത്. മോളെ പോട്ടെ പോട്ടെ മോളെ, ഒന്നുമില്ല, സാരമില്ല, പോട്ടെ. അയ്യോ, പോയി കിടന്ന് ഉറങ്ങടാ. ഉറങ്ങമ്മ. സുസ്മിതേ, അയ്യോ നീ ആ പുതപ്പിനുള്ളിലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും അടിക്കുമായിരുന്നു സുസ്മിതേ. അറിഞ്ഞോണ്ട് അടിച്ചിട്ട് ഭംഗിവാക്ക് പറയുന്നോടി. വേദനയുണ്ടോ നിനക്ക് സുസ്മിതേ? എന്താടി? മനസ്സിലായി. എന്റെ സ്നേഹം കണ്ട് അയ്യോ എന്തൊരു സ്നേഹമാന്ന് പറയാൻ തുടങ്ങിയതല്ലേ? അതെ എന്നാലേ അത്രയും സ്നേഹം വേണ്ട ശാലിനി. എന്നാ എന്റെ പൊന്നു മോളെ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിക്ക്, എന്റെ ഫോണിങ് ഇതാ. അത് ഞാൻ അതങ്ങോട്ട് കൊടുക്ക്. നട്ടും ബോൾട്ടും എല്ലാം ഇളകി. ഇക്കണക്കിനാണെങ്കി ഈ വീട്ടിൽ ലിഫ്റ്റ് വെക്കേണ്ടി വരും. എന്താടി? പെരുവരിൽ ഇങ്ങനെ തരിച്ചു കയറുക പൊക്കോ. ഓ അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അവള് നന്നായിട്ട് ഭയക്കുന്നുണ്ട്. ഇനി അവളുടെ നീക്കങ്ങളെല്ലാം ഉന്നം തെറ്റി തുടങ്ങും. അപ്പൊ വേണം നമ്മൾ അവളെ പൂട്ടാൻ.
ശാരദാമ്മേ. ആ ശാന്തേ, വട ബാക്കി ഇരിപ്പില്ലേ? ആ ഉണ്ട്. രസവടക്കൂടെ ഇടണേ. അല്ല ശാരദാമ്മേ, ചന്ദ്രേട്ടൻ കുറച്ച് നേരത്തെ ചെല്ലാൻ പറഞ്ഞു. ആ എന്നാ നീ പൊയ്ക്കോ. ഞാൻ ശ്യാമമോളോട് പറയട്ടെ ശാരദാമ്മേ. ശ്യാമ ഡേ ആ നിക്ക്. എന്താ ശാരദാമ്മേ? നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. നീ എന്തിനാ ശ്യാമയുടെ അടുത്ത് ഉത്തരവിടാൻ പോകുന്നത്? ശ്യാമ എന്താ നിന്റെ ജോലിക്കാരിയാ? അല്ല ശാരദാമ്മേ, ഞാൻ ശ്യാമയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. നീ ശ്യാമയെ കാണാനാണോ ഇവിടെ പണിക്ക് വരുന്നത്? ജോലിക്കാരി ജോലിക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ വീട്ടിൽ കയറി നിരങ്ങല്ല വേണ്ടത്. അമ്മേ, ശാന്തേച്ചി, ഞാൻ രസവടക്ക് ഇട്ടിട്ട് പോവാൻ ശാരദാമ്മേ. നീ ഇപ്പൊ ഒരു വടക്ക് വിടണ്ട, ഒന്ന് പോയി തരാമോ? എടി നിന്നോട് പറഞ്ഞത് പോകാൻ. എന്തിനാ അമ്മ ആ പാവത്തിനോട്? എല്ലാരോടും മുഖം മുഷിയാതെ പെരുമാറണമെന്ന് തന്നെയാ ശാരദയുടെ ആഗ്രഹം. പക്ഷെ മക്കള് സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ ഒരു മുഖം മൂടി ഇട്ടാ നിപ്പ്. അകം വേവുന്നത് പുറത്തറിയാൻ പാടില്ലല്ലോ. ശ്യാമ, അവള് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ശ്യാമ അല്ല ഇപ്പൊ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അവളുടെ തലച്ചോറിൽ വേര് പിടിച്ചു പോയ മരുന്നാ. എന്തോ അമ്മ ഈ പറയുന്നത്? അവളുടെ ചില നേരത്തെ പെരുമാറ്റം കണ്ടാലേ അത് നമ്മുടെ ശ്യാമയാണോന്ന് തന്നെ സംശയം തോന്നിപ്പോവും. ഈ പറയുന്നത് അവളമ്മയോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്? അതൊക്കെ സത്യമാ. പക്ഷെ ആ മയക്കുമരുന്നിനോടുള്ള ആസക്തി അവളെ കൊണ്ട് എന്തും ചെയ്യിക്കുന്നാ ശാലിനി പറയുന്നത്. ഒരു കൊലപാതകമോ ആത്മഹത്യയോ വരെ. അപ്പോ നമ്മുടെ ശ്യാമിനെ തിരിച്ചു കിട്ടില്ലെന്നാണോ അമ്മ പറയുന്നേ? എനിക്കറിയില്ല മോളെ. കണ്ണിമ ചിമ്മാതെ കാവലിരിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. അല്ലെങ്കിലും അമ്മമാർക്ക് അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. മക്കൾക്ക് പുറത്തൊരു ലോകമുണ്ട്, അവിടെ അപകടം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാം. അത് അവഗണിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മുറിവേറ്റാലും അമ്മ തന്നെ കാവലിരിക്കണം.